കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ ബികോം ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലെ മൊഡ്യൂൾ 2 ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. മൊഡ്യൂൾ 2-ൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് 2 ചാപ്റ്റേഴ്സാണ്, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. ഓക്കെ, കോറിലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററുണ്ട് ആൻഡ് ആൾസോ റിഗ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററുണ്ട്. അപ്പോൾ കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Correlation is the relationship between two or more variables. കോറിലേഷൻ അല്ലേ, കോറിലേഷൻ എന്നുള്ള നെയിമിൽ തന്നെ ഉണ്ട് അതിൻ്റെ മീനിങ് റിലേഷൻ അല്ലേ, കോറിലേഷൻ. ഈ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ തമ്മിലുള്ള റിലേഷനാണ്? 2 or more variables. ഓക്കെ, നോക്കൂ, കോറിലേഷൻ ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more variables ആൻഡ് ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്. ഇതെന്താണ്? ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ്. ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു, അതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ആൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more variables. രണ്ടോ അതിലധികമോ വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കോറിലേഷൻ എന്ന് പറയാം. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ആണ് ഡെഫിനിഷൻ ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത്. AM ട്യൂട്ടിൽ നൽകിയിട്ടുള്ള ഡെഫിനിഷനാണ് നമ്മൾ നോക്കുന്നത്. കോറിലേഷൻ ഈസ് ആൻ അനാലിസിസ് ഓഫ് ദ അസോസിയേഷൻ ബിറ്റ്വീൻ 2 or more variables. രണ്ടോ അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള അസോസിയേഷൻ അനലൈസ് ചെയ്യുന്നതിനെ നമ്മൾ എന്തെന്ന് പറയും? കോറിലേഷൻ എന്ന് പറയും അല്ലേ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോറിലേഷനെ നമ്മൾ മെഷർ ചെയ്യൂലേ, അതിനെയാണ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുക. ദ മെഷർ ഓഫ് കോറിലേഷൻ ഈസ് കോൾഡ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേഞ്ച് വരുന്നത് ബിറ്റ്വീൻ +1 to -1 അല്ലേ, +1 മുതൽ -1 വരെയാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. ദ നെഗറ്റീവ് വാല്യൂ ഇൻഡിക്കേറ്റ് ദ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. ഇവിടെ നെഗറ്റീവ് വാല്യൂ ആണ് നമുക്ക് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ദറ്റ് മീൻസ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെയാണ് സൂചിപ്പിക്കുക. ആൻഡ് ആൾസോ പോസിറ്റീവ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ അതെന്തിനെ സൂചിപ്പിക്കുന്നു? ഡയറക്റ്റ് റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് കോറിലേഷനാണ്. അപ്പോൾ നമ്മൾ എന്താണ് കോറിലേഷൻ നോക്കി? കോറിലേഷൻ അല്ലേ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more variables. ഇനി നമ്മൾ നോക്കുന്നത്, പിന്നെ നോക്കിയത് അതിൻ്റെ ഡെഫിനിഷൻ നോക്കി ആൻഡ് ആൾസോ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് നോക്കി. കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കോറിലേഷൻ മെഷർ ചെയ്യുന്നതിനെയാണ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ റേഞ്ച് ബിറ്റ്വീൻ +1 to -1 ആണ് വരുന്നത്, ഇതിൻ്റെ റേഞ്ച് വരുന്നത്. ആൻഡ് ആൾസോ ഇതിൽ നെഗറ്റീവ് വാല്യൂ ആണ് നമുക്ക് ലഭിക്കുന്ന റിസൾട്ട് എന്നുണ്ടെങ്കിൽ അത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്നു. ആൻഡ് ആൾസോ പോസിറ്റീവ് വാല്യൂ ആണ് നമുക്ക് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്നു. ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ദെൻ നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത്. അതിൽ വരുന്നത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ, ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ, സിമ്പിൾ ആൻഡ് പാർഷ്യൽ കോറിലേഷൻ. ഇങ്ങനെ 3 ടൈപ്സ് ഓഫ് കോറിലേഷൻ ആണുള്ളത്. ഓരോ കോറിലേഷനിലും 2 ടൈപ്സ് വീതമുണ്ട് അല്ലേ. അതായത് നോക്കൂ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷനിൽ നമുക്ക് പോസിറ്റീവ് കോറിലേഷനും പഠിക്കാനുണ്ട്, നെഗറ്റീവ് കോറിലേഷനും പഠിക്കാനുണ്ട്. ലീനിയർ ആൻഡ് നോൺ ലീനിയറിൽ ലീനിയർ കോറിലേഷനും പഠിക്കാനുണ്ട്, നോൺ ലീനിയർ കോറിലേഷനും പഠിക്കാനുണ്ട്. സിമ്പിൾ ആൻഡ് പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷനിൽ സിമ്പിൾ കോറിലേഷനും പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷനും പഠിക്കാനുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു സെമ്മിലൂടെ ഡിഗ്രിയിലൂടെ നമുക്ക് പഠിക്കാനുള്ളത് സിമ്പിൾ കോറിലേഷൻ മാത്രമാണ്. പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ നമ്മൾ നോക്കുന്നത് PGയിലൂടെയാണ്, അതായത് MCOMയിലൂടെയാണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് നോക്കാം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ എന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ 2 വാല്യൂസ് ഉണ്ടായിരിക്കും അല്ലേ, 2 അതിലധികമോ വാല്യൂസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ 2 വേരിയബിളും മൂവ് ചെയ്യുന്നത് സെയിം ഡിറക്ഷനിലാണ് എന്നുണ്ടെങ്കിൽ എന്താണ് വേരിയബിൾ എന്ന് പറയുന്നത്? വേരി ചെയ്യുന്നതിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയാം. ഇതൊരിക്കലും കോൺസ്റ്റൻ്റ് ആയിട്ടല്ല ഉണ്ടായിരിക്കുക. ഓക്കെ, നമ്മൾ കുറേ നേരമായി 2 or more വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പിനെ പഠിക്കുന്നു. അപ്പോൾ വാട്ട് ഈസ് വേരിയബിൾ? വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വേരി ചെയ്യുന്നതിനെയാണ് വേരിയബിൾ എന്ന് പറയുന്നത്. വേരി ചെയ്യുന്ന എന്തിനേയും നമ്മൾ എന്തെന്ന് പറയും? വേരിയബിൾസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതായത് ഒരു സാധനത്തിൻ്റെ പ്രൈസ് ഇത് ഓൾവേസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് അല്ലേ. ഡിമാൻഡിനോ സപ്ലൈക്കോ അനുസരിച്ചുകൊണ്ട് ഇതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഡേ ബൈ ഡേ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് വേരിയബിൾ
എന്ന് പറയുന്നത്. ദെൻ ഇവിടെ നമുക്ക് നോക്കാനുള്ളത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ ആണ്. പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദ വാല്യൂ ഓഫ് ടു വേരിയബിൾസ് അല്ലേ, രണ്ട് വേരിയബിൾസിൻ്റെയും വാല്യൂ മൂവ് ചെയ്യുന്നത് സെയിം ഡിറക്ഷനിലാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, രണ്ട് വേരിയബിൾസിൻ്റെയും വാല്യൂ മൂവ് ചെയ്യുന്നത് സെയിം ഡിറക്ഷനിലാണ് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയും? പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. ആൻഡ് വെൻ ദ വാല്യൂ ഓഫ് ടു വേരിയബിൾസ് മൂവ് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ, നോട്ട് മോർ, ഒരു മിസ്റ്റേക്ക് ഉണ്ട്, നോട്ട് മോർ, അത് എന്താണ്? മൂവ്. ഓക്കെ, മൂവ് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ഈസ് കോൾഡ് നെഗറ്റീവ് കോറിലേഷൻ. അപ്പോൾ സെയിം ഡിറക്ഷനിലാണ് വേരിയബിൾസ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. ഇനി സെയിം ഡിറക്ഷനിലല്ല, ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്തെന്ന് പറയും? നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയും. ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ ആണ് നെക്സ്റ്റ് ടൈപ്പ്. ലീനിയർ കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വേരിയബിൾ എക്സ് എന്ന വേരിയബിൾ ഉണ്ട്, വൈ എന്ന വേരിയബിൾ ഉണ്ടെന്ന് കരുതാം. ഓക്കെ, അപ്പോൾ എക്സ് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു സെയിം പ്രപ്പോർഷനിലാണ് വൈ ചേഞ്ച് ആവുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുക? ലീനിയർ കോറിലേഷൻ എന്ന് പറയുക. ആൻഡ് ആൾസോ വൈ ചേഞ്ച് ചെയ്യുന്ന, എക്സ് ചേഞ്ച് ചെയ്യുന്ന അതേ പ്രപ്പോർഷനിലായിരിക്കില്ല വൈ ചേഞ്ച് ചെയ്യുക, അതിനെയാണ് നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറയാം. ക്ലിയർ അല്ലേ? വെൻ ദ എമൗണ്ട് ഓഫ് ചേഞ്ചസ് ഇൻ വൺ വേരിയബിൾ ലീഡ്സ് ടു എ കോൺസ്റ്റൻറ്റ് റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ദ അതർ വേരിയബിൾസ് അല്ലേ, ഒരു വേരിയബിളിൻ്റെ എമൗണ്ടിൽ ചേഞ്ച് വരുന്നത് മറ്റൊരു വേരിയബിളിൻ്റെ എമൗണ്ടിൽ ആ സെയിം പ്രപ്പോർഷനിൽ തന്നെയാണ് കാരണം ചേഞ്ച് വരിക, അതാണ് ലീനിയർ കോറിലേഷൻ. ആൻഡ് വെൻ ദ എമൗണ്ട് ഓഫ് ചേഞ്ചസ് ഇൻ വൺ വേരിയബിൾ ഈസ് നോട്ട് ഇൻ കോൺസ്റ്റൻറ്റ് റേഷ്യോ ടു ദ ചേഞ്ചസ് ഇൻ ദ അതർ വേരിയബിൾ ഈസ് കോൾഡ് നോൺ ലീനിയർ കോറിലേഷൻ. ക്ലിയർ? ഇനി നമ്മൾ നോക്കുന്നത് സിമ്പിൾ, പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ. സിമ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പഠിക്കുന്നത് രണ്ട് വേരിയബിൾസിനെ പറ്റി മാത്രമായിരിക്കും. ഓക്കെ, ഇൻ ദ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾ ഇഫ് ദർ ആർ ഓൺലി ടു വേരിയബിൾ ഇറ്റ് ഈസ് കോൾഡ് സിമ്പിൾ കോറിലേഷൻ. അതായത് ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ പ്രോബ്ലംസ് പഠിക്കാനുണ്ട് അല്ലേ. കാൾപിയേഴ്സിൻ്റെ പ്രോബ്ലം ഉണ്ട്, സ്പിയേഴ്സ്മാൻ്റെ പ്രോബ്ലം ഉണ്ട്, ആൻഡ് ആൾസോ കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് 3 ടൈപ്പ് മെത്തേഡ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൽ വരുന്നുണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൽ നമുക്ക് പഠിക്കാനുള്ള ഈ മെത്തേഡ്സിലെല്ലാം 2 വേരിയബിൾസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. എന്താ? സിമ്പിൾ കോറിലേഷൻ മാത്രമാണ്. ഓക്കെ, പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ MCOMലൂടെയൊക്കെ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് നോക്കുന്നത് അപ്പോൾ എന്താണ്? ഇപ്പോൾ സിമ്പിൾ കോറിലേഷനിൽ 2 വേരിയബിൾസ് മാത്രമാണെന്നുണ്ടെങ്കിൽ പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ എങ്ങനെയാവും? 2 or more വേരിയബിൾസ് അവിടെ ഉണ്ടായിരിക്കും. വെൻ വൺ വേരിയബിൾ ഈസ് റിലേറ്റഡ് ടു നമ്പർ ഓഫ് അതേഴ്സ്, നമ്പേഴ്സ് അവിടെ ഉണ്ടായിരിക്കും. കോറിലേഷൻ ഈസ് നോട്ട് സിമ്പിൾ. 2 വേരിയബിൾ ആണെങ്കിലാണ് നമ്മൾ എന്തെന്ന് പറയുക? സിമ്പിൾ കോറിലേഷൻ എന്ന് പറയുക. ഇവിടെ അങ്ങനെയല്ല, നോട്ട് സിമ്പിൾ. സോ ഇതിനെന്തെന്ന് പറയും? പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയും. നമ്മൾ നോക്കുന്നത് ഡിഗ്രി ഓഫ് കോറിലേഷൻ ആണ്. ഡിഗ്രി ഓഫ് കോറിലേഷനിൽ പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ, നോ കോറിലേഷൻ എന്നിങ്ങനെ 3 വിഭാഗമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ പോസിറ്റീവ് കോറിലേഷനിൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്നും നെഗറ്റീവ് കോറിലേഷനിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്നും പറയും. പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കോറിലേഷൻ്റെ റേഞ്ച് ബിറ്റ്വീൻ +1 to -1 ഉള്ളതല്ലേ. അപ്പോൾ ഇതിൽ -1 ആണ് വാല്യൂ വരുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്നും, ഇനി +1 ആണ് വാല്യൂ വരുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്നും പറയുന്നത്. ഇനി പോസിറ്റീവ് കോറിലേഷനിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ സഹിതം നോക്കാം. അതായത് പോസിറ്റീവ് കോറിലേഷനിൽ എക്സ് ആൻഡ് വൈ എന്നിങ്ങനെ 2 വേരിയബിൾസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എക്സിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് വൈയുടെ വാല്യൂവും കൂടും. ഇനി എക്സിൻ്റെ വാല്യൂ അവിടെ കുറയുകയാണെന്നുണ്ടെങ്കിൽ വൈയുടെ വാല്യൂ അവിടെ കുറയും. അതായത് അവിടെ ഒരു സെയിം പ്രൊപ്പോർഷനിലാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുക. അതായത് ഒരു വാല്യൂ കൂടുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു വാല്യൂ അവിടെ കൂടും, ഇനി ഒരു വാല്യൂ അവിടെ കുറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റു വാല്യൂ അവിടെ കുറയും. അതിനുള്ള എക്സാമ്പിളാണ്. ഓക്കെ, എക്സിൻ്റെ വാല്യൂ ഇവിടെ 5ഉം വൈയുടെ വാല്യൂ വന്നിട്ട് 7ഉം ആണ്. ദെൻ നെക്സ്റ്റ് എക്സിൻ്റെ വാല്യൂ 8 ആയിട്ട് കൂടുന്ന സമയത്ത് വൈയുടെ വാല്യൂവും 6ൽ നിന്നും 10 ആയിട്ട് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ എക്സിൻ്റെ വാല്യൂ 2 ആയിട്ട് കുറയുന്ന സമയത്ത് വൈയുടെ വാല്യൂ അവിടെ 10ൽ നിന്നും 3 ആയിട്ടും കുറയുന്നുണ്ട്. അതായത് ഇവിടെ കൂടുകയാണെങ്കിൽ എക്സും കൂടും വൈയും കൂടും, കുറയുകയാണെന്നുണ്ടെങ്കിൽ എക്സും കുറയും വൈയും കുറയും. അങ്ങനെയാണ് പോസിറ്റീവ് കോറിലേഷനിൽ വരുന്നത്. അതായത് കൂടുകയാണെങ്കിൽ 2 ഒരുമിച്ച് കൂടുക, കുറയുകയാണെന്നുണ്ടെങ്കിൽ 2 ഒരുമിച്ച് കുറയും. അതാണ് അവിടെ സംഭവിക്കുന്നത്. എന്നാൽ നെഗറ്റീവ് കോറിലേഷനിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ ചേഞ്ച് ആവുന്നത് ഒരു ഡയറക്റ്റ് പ്രപ്പോർഷനിലോ അല്ലെങ്കിൽ സെയിം പ്രപ്പോർഷനിലോ ആയിരിക്കില്ല. ഇവിടെ ചേഞ്ച് ആവുന്നത്
എക്സിൻ്റെ വാല്യൂ കൂടുകയാണെന്നുണ്ടെങ്കിൽ മേ ബി അവിടെ വൈയുടെ വാല്യൂ കുറയാവും ചെയ്യുന്നുണ്ടാവുക. അതായത് ഒരു ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിരിക്കും അവിടെ പോകുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ എക്സിൻ്റെ വാല്യൂ 12ഉം വൈയുടെ വാല്യൂ 4ഉം ദെൻ പിന്നീട് എക്സിൻ്റെ വാല്യൂ 7 ആയിട്ട് കുറയുന്ന സമയത്ത് ഇവിടെ വൈയുടെ വാല്യൂ 5 ആയിട്ട് കൂടുകയാണ്. ദെൻ വീണ്ടും എക്സിൻ്റെ വാല്യൂ 10 ആയിട്ട് 7ൽ നിന്നും 10 ആയിട്ട് കൂടുന്ന സമയത്ത് ഇവിടെ വൈയുടെ വാല്യൂ 5ൽ നിന്നും 4 ആയിട്ട് കുറയുന്നു. അതായത് ഇവിടെ ഒരു ഓപ്പോസിറ്റ് ഡിറക്ഷൻ, എക്സ് കൂടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വൈ കുറയും, വൈ കൂടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എക്സ് കുറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിരിക്കും ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. ദറ്റ് ഈസ് കോൾഡ് നെഗറ്റീവ് കോറിലേഷൻ. ദെൻ നോ കോറിലേഷൻ. നോ കോറിലേഷനിൽ ഇവ തമ്മിൽ ഓപ്പോസിറ്റ് ആയിട്ടും ആവില്ല പോകുന്നുണ്ടാവുക, ഡയറക്റ്റ് ആയിട്ടും ആവില്ല പോകുന്നുണ്ടാവുക, അങ്ങോട്ടും ഇങ്ങോട്ടും അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അതായത് ഒരു വാല്യൂ ഒരു സമയത്ത് ഇൻക്രീസ് ആവുകയാണെങ്കിൽ പിന്നീട് ചിലപ്പോൾ അത് ഡിക്രീസ് ആവുകയും ചെയ്യുന്നുണ്ടാവുക. ഇവിടെ നമുക്ക് വേരിയബിൾസ് തമ്മിൽ റിലേറ്റഡ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. പോസിറ്റീവ് കോറിലേഷനിൽ അവിടെ ഡയറക്റ്റ് പ്രപ്പോർഷനിൽ ആയതിനാൽ തന്നെ അവിടെ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അല്ലേ. നെഗറ്റീവിലാണെങ്കിൽ ഒരു ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പും. ആൻഡ് ഇൻ ദ നോ കോറിലേഷനിൽ വേരിയബിൾസ് തമ്മിൽ നോ റിലേഷൻഷിപ്പ്, ഒരു റിലേഷൻഷിപ്പും ഉണ്ടായിരിക്കില്ല. അതായത് ഇവിടെ വേരിയബിൾസിൽ ചേഞ്ചസ് വരികയാണെന്നുണ്ടെങ്കിലും അത് മേ ബി ഓപ്പോസിറ്റ് ആയിട്ടാവാം അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടാവാം, അങ്ങനെയാവും അവിടെ ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ അതായത് ഇവിടെ എക്സ് വാല്യൂ വന്നിട്ട് 2ഉം വൈ വാല്യൂ 3ഉം ആണ്. പിന്നീട് ഇത് എക്സ് വാല്യൂ 5 ആയിട്ട് 2വിൽ നിന്നും 5 ആയിട്ട് ഇൻക്രീസ് ആവുന്ന സമയത്ത് വൈ വാല്യൂ 3ൽ നിന്നും 2 ആയിട്ട് ഡിക്രീസ് ചെയ്യാണ്. അറ്റ് ദ സെയിം ടൈം 5ൽ നിന്നും 7 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. എക്സ് വാല്യൂ 5ൽ നിന്നും 7 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് വൈ വാല്യൂ അറ്റ് ദ സെയിം ടൈം വൈ വാല്യൂ 2വിൽ നിന്നും 10 ആയിട്ടും ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നോക്കൂ, ഒരു ടൈമിൽ ഇവിടെ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആയിരുന്നു. എക്സ് കൂടിയ സമയത്ത് വൈ കുറഞ്ഞു, അതുപോലെ തന്നെ എക്സ് കൂടിയ സമയത്ത് എന്ത് ചെയ്തു, വൈ കൂടുകയും ചെയ്തു അല്ലേ. അങ്ങനെ ഇവിടെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല വേരിയബിൾസ് തമ്മിൽ. അതായത് ഒരു ഓപ്പോസിറ്റ് ഡിറക്ഷൻ എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ സാധിക്കില്ല, അതുപോലെ തന്നെ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് എന്നും കറക്റ്റായിട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ എന്തെന്ന് പറയുക, വേരിയബിൾസ് തമ്മിൽ കോറിലേറ്റഡ് അല്ല. ദറ്റ് മീൻസ് അവിടെ നോ കോറിലേഷൻ എന്ന് നമ്മൾ പറയും. അതിനെയാണ് നോ കോറിലേഷൻ എന്ന് പറയുന്നത്. ഇനി ആർ ഈസ് ഈക്വൽ ടു അഥവാ കോറിലേഷൻ്റെ വാല്യൂ നമുക്ക് 0 ആണ് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് നോ കോറിലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു കോറിലേഷൻ്റെ വാല്യൂ അഥവാ ആറിൻ്റെ വാല്യൂ നമുക്ക് ലഭിക്കുന്നത് പോസിറ്റീവ് 1 ആണെന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ, ആൻഡ് നെഗറ്റീവ് 1 ആണെന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ, ആൻഡ് 0 ആണ് എന്നുണ്ടെങ്കിൽ നോ കോറിലേഷൻ. ഡിഗ്രി ഓഫ് കോറിലേഷൻ ക്യാച്ച് ചെയ്തു എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് കോറിലേഷൻ സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് സ്കാറ്റർ ഡയഗ്രാം. ഓക്കെ, സ്കാറ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് ദ കോറിലേഷൻ ബിറ്റ്വീൻ 2 വേരിയബിൾ. 2 വേരിയബിൾ തമ്മിലുള്ള കോറിലേഷൻ സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണ് എന്തെന്ന് പറയുന്നത് ഈ സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയാം. അപ്പോൾ ഇവിടെ വൺ ഓഫ് ദ വേരിയബിൾ ഈസ് ഷോൺ ഓൺ എക്സ് ആക്സിസ് ആൻഡ് അതർ വൺ ഈസ് വൈ ആക്സിസ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കും, വൺ ഓഫ് ദ വേരിയബിൾ അഥവാ എക്സ് അല്ലേ, എക്സ് നമ്മൾ ഒരു ആക്സിസിലും വൈ നമ്മൾ ഒരു ആക്സിസിലും കാണിക്കും. ഓക്കെ, അതാണ് വൺ ഓഫ് ദ വേരിയബിൾ ഈസ് ഷോൺ ഓൺ ദ എക്സ് ആക്സിസ് ആൻഡ് അതർ on y-axis. Okay, അപ്പോൾ each pairs of value is plotted on the graph by means of dot mark അല്ലേ. അപ്പോൾ ഇതിലുള്ള ഓരോ വാല്യൂസ് നമ്മൾ ഡോട്ട് മാർക്ക് ആയിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുക, കാണിക്കുക. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഈ ഡോട്ട് മാർക്ക് ഇതൊരു സ്കാറ്റർ ആയിട്ടല്ലേ കിടക്കുന്നത്. സ്കാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ചിന്നി ചിതറി കിടക്കുക അല്ലേ. ഇവിടെ സ്കാറ്റർ ആയിട്ടല്ലേ കിടക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുക. ഓക്കെ, ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ടോ ഒന്നും ആവില്ല ഇവിടെ കിടക്കുന്നുണ്ടാവുക, പകരം ചിന്നി ചിതറി ആയിരിക്കും അവിടെ കിടക്കുന്നത് ഉണ്ടാവുക. ഓക്കെ, പിന്നീട് നമ്മൾ പറയുന്നതാണ് കോറിലേഷൻ ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഒരു മെത്തേഡ് ക്ലിയർ ആയില്ലേ, സ്കാറ്റർ ഡയഗ്രാം. ഇവിടെ എന്തായിരിക്കും, നമ്മൾ ഇതൊരു ഗ്രാഫിക്കൽ കോറിലേഷന് സ്റ്റഡി ചെയ്യുന്നതിനുള്ള ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണിത്. ഇവിടെ ഒരു ഗ്രാഫിൽ തന്നെ എക്സ് ആക്സിസിൽ നമ്മളൊരു വേരിയബിളിനെയും കൊടുക്കും, വൈ ആക്സിസിൽ നമ്മളൊരു വേരിയബിളിനെയും കൊടുക്കും. അങ്ങനെയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രസൻറ്റ് ചെയ്യുന്നത് അല്ലേ. എന്നാൽ കോറിലേഷൻ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഗ്രാഫ് പേപ്പറിൽ നമ്മൾ ഒരു വേരിയബിളിനെ ഒരു ഗ്രാഫായിട്ടും മറ്റൊരു വേരിയബിളിനെ, അതായത് എക്സ് വേരിയബിളിനെ ഒരു ഗ്രാഫായിട്ടും കാണിക്കുക, വൈ വേരിയബിളിനെ വേറൊരു ഗ്രാഫായിട്ടും ഇവിടെ സെപ്പറേറ്റ് ഗ്രാഫായിട്ട് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത്, കോറിലേഷൻ ഗ്രാഫ് എന്ന് പറയുന്നത്.
ദെൻ നെക്സ്റ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. ഈ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അൾജിബ്രിക് മെത്തേഡ് ഓഫ് മെഷറിങ് കോറിലേഷൻ. കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അൾജിബ്രിക് മെത്തേഡാണിത്. അണ്ടർ ദിസ് മെത്തേഡ് വി മെഷർ കോറിലേഷൻ ബൈ ഫൈൻഡിങ് എ വാല്യൂ. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ബൈ യൂസിങ് അപ്രോപ്രിയേറ്റ് ഫോർമുല. അല്ലേ, നമ്മളൊരു അപ്രോപ്രിയേറ്റ് ഫോർമുല യൂസ് ചെയ്തിട്ട് കോറിലേഷൻ്റെ വാല്യൂ ഇവിടെ ഫൈൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് എന്ത് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 3 മെത്തേഡാണ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. ആ 3 മെത്തേഡാണ് കാൾ പിയേഴ്സൺസ് മെത്തേഡ്, സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ ആൻഡ് കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ് തന്നെ വരാറുള്ള ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ കാൾ പിയേഴ്സൺസ് മെത്തേഡിൻ്റെ ഇക്വേഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. അല്ലേ, അപ്പോൾ ഇതാണ് കാൾ പിയേഴ്സൺ കോറിലേഷൻ ഓഫ് കോഎഫിഷ്യൻറ്റിൻ്റെ ഇക്വേഷൻ വരുന്നത്, ഒരു ഫോർമുല വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമുല ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിഗ്രഷൻ അനാലിസിസും വളരെ സിമ്പിളായിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഇക്വേഷൻ പറയാം. കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആണ് പറയുന്നത്. കാൾ പിയേഴ്സൺസ് മെത്തേഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ നൽകിയിട്ടുള്ള ആ നമ്പർ ഓഫ് ഐറ്റംസ് ആയിരിക്കും കേട്ടോ. n ഇൻറ്റു സിഗ്മ എക്സ് വൈ. സിഗ്മ എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കറിയാം എക്സ് എന്ന് പറയുന്നൊരു വേരിയബിൾ ഉണ്ടാവും, വൈ എന്ന് പറയുന്നൊരു വേരിയബിൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എക്സ് ഇൻറ്റു വൈ അല്ലേ. ഈ എക്സ് ഇൻറ്റു വൈയുടെ ടോട്ടലാണ് സിഗ്മ എക്സ് വൈ എന്ന് പറയുക. മൈനസ് സിഗ്മ എക്സ് അല്ലേ. സിഗ്മ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എക്സ് കോളത്തിൻ്റെ ടോട്ടൽ ആൻഡ് സിഗ്മ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വൈ കോളത്തിൻ്റെ ടോട്ടൽ. അപ്പോൾ എന്താണ്, നമ്മൾ എത്രയാണോ നമ്പർ ഓഫ് ഐറ്റംസ് അല്ലേ, അപ്പോൾ ഈ നമ്പർ ഓഫ് ഐറ്റംസ് ഇൻറ്റു സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ അല്ലേ. എക്സ് വൈ ആദ്യം ഇൻറ്റു ചെയ്യുന്നു, അതിൻ്റെ ടോട്ടലാണ് സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എക്സ് വേരിയബിളിൻ്റെ ടോട്ടൽ ഇൻറ്റു സിഗ്മ വൈ വേരിയബിളിൻ്റെ ടോട്ടൽ. ക്ലിയർ? ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സ് വേരിയബിളിൻ്റെ സ്ക്വയർ കാണും, എന്നിട്ട് ഇതിൻ്റെ ടോട്ടലാണ് സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. ക്ലിയർ? എക്സ് വേരിയബിളിൻ്റെ സ്ക്വയർ നമ്മൾ കാണും, അതിൻ്റെ ടോട്ടലാണ് സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ എക്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, അതായത് എക്സ് വേരിയബിളിൻ്റെ ടോട്ടൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, അതിൻ്റെ സ്ക്വയർ, അതായത് ആ ടോട്ടലിൻ്റെ സ്ക്വയർ ആണെന്ന് പറയുന്നത് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് സിഗ്മ എക്സിൻ്റെ ടോട്ടൽ കിട്ടിയിട്ടുള്ളത് 100 ആണെന്നുണ്ടെങ്കിൽ ആ 100ൻ്റെ സ്ക്വയർ ആണെന്ത് സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്, സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. ദെൻ ഇൻറ്റു റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ. സെയിം മെത്തേഡാണ്. സിഗ്മ വൈ സ്ക്വയർ, അതായത് സിഗ്മ വൈ സ്ക്വയറിൻ്റെ ടോട്ടൽ. ഓക്കെ, വൈൻ്റെ സ്ക്വയർ നമ്മൾ കാണും, വൈ വേരിയബിളിൻ്റെ സ്ക്വയർ നമ്മൾ കാണും, അതിൻ്റെ ടോട്ടലാണ് എന്തെന്ന് പറയുന്നത് സിഗ്മ വൈ സ്ക്വയർ എന്ന് പറയുക. പിന്നെ സിഗ്മ വൈ ഹോൾ സ്ക്വയർ. സിഗ്മ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആ വൈ വേരിയബിളിൻ്റെ ടോട്ടൽ, അതിൻ്റെ സ്ക്വയർ, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വൈ വേരിയബിളിൻ്റെ ടോട്ടൽ ഒരു 200 വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്വയറാണ്. ക്ലിയർ? ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഇതിൻ്റെ പ്രോബ്ലത്തിലോട്ടാണ് പോകുന്നത്. നെക്സ്റ്റ് 2 ഇക്വേഷൻസ് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ക്ലിയർ?